ഹായ് ഫ്രണ്ട്സ്, ടെൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലെ ഒരു അടിപൊളി ക്യാമ്പ് സൈറ്റിലോട്ടാണ്. സാധാരണ ക്യാമ്പ് സൈറ്റ് പോലെയല്ല, നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺ വെഹിക്കിൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയും ഇത് അക്സസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൺ വെഹിക്കിളാണ് പോകുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തിയിട്ട് നമ്മുടെ കാത്തവർ തന്നെ അവരുടെ വണ്ടി തന്നെ ഉണ്ടാവും. അപ്പം ആ വണ്ടിയെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ക്യാമ്പ് സൈറ്റിൽ എത്താവുന്നതേ ഉള്ളൂ. നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്തിയിട്ടുണ്ട്. എമറാൾഡിൻ്റെ ഏൽ എസ്റ്റേറ്റിനുള്ളിലാണ് വൈൽഡ് വൈബ്സ് എന്ന നമ്മുടെ ക്യാമ്പ് ഉള്ളത്. നമുക്ക് താഴേക്ക് പോയി നോക്കാം നമ്മുടെ ക്യാമ്പ് സൈറ്റ് എങ്ങനെയുണ്ടെന്ന്. 3 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നേ ഉള്ളൂ. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ടീ ആൻഡ് സ്നാക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ അലൗഡാണ് നോട്ട് അലൗഡ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ക്യാമ്പ് സൈറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു ലക്ഷറി പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത്. ഇത് ക്യാമ്പ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് അതിൻ്റെ ആംബിയൻസും ആ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകതയും എല്ലാം കൊണ്ടാണ് നമ്മൾ ആ ക്യാമ്പ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോയ്ലറ്റ്സ് എല്ലാം കോമൺ ടോയ്ലറ്റ്സ് ആയിരിക്കും. നമ്മൾ താമസിക്കുന്ന റൂംസ് ആണെങ്കിലും ടെൻ്റ് ആണെങ്കിലും അതിന് നമുക്ക് ഒരു നേരം കിടക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ലക്ഷറി പ്രതീക്ഷയ്ക്ക് നമ്മൾ ഒരിക്കലും ക്യാമ്പ് സൈറ്റ് ചൂസ് ചെയ്യരുത്. ഇതിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല കിളികളുടെ സൗണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് വന്നത്. അപ്പം ഒരുപാട് കിളികളുടെ ഹാബിറ്റാറ്റാണിത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ മോർണിംഗിൽ കേൾക്കുന്നത് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇതൊരു വാത്തയാണ്. ആള് ഒരുപാട് ഫ്രണ്ട്ലി ഒന്നുമല്ല, അതാണ് നമ്മളെ കൊത്താനൊക്കെ നോക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. നടക്കുന്ന വഴിയിലൊക്കെ ഒരു സ്റ്റാർ ചോക്കിയിട്ടുണ്ട്. 6 ടൈപ്പ് ക്യാബിൻസാണ് ഇവിടെ മെയിനായിട്ടും താമസിക്കാനുള്ളത്. ലോഗ് ഹൗസ്, ഹോബിറ്റ് ഹൗസ്, വാഗൺ പോട്ട്സ്, കാസിൽ ക്യാബിൻ, എയർഫ്രെയിം ക്യാബിൻ, ഡോം, അങ്ങനെ പല പേരുണ്ട് ഇതിനൊക്കെ. ഒരു കോമൺ ഏരിയ കോൺസെൻട്രേറ്റ് ഇതുപോലെ കോമൺ വാഷ്റൂംസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് ലോഗ് ഹൗസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാമ്പ് സൈറ്റിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ക്യാബിൻ ലോഗ് ഹൗസ് ആണ്. ആ കാണുന്ന 3 എണ്ണമാണ് അവൈലബിൾ ആയിട്ട് ലോഗ് ഹൗസ്. ഇതിൻ്റെ റേറ്റ് എങ്ങനെയെന്ന് പറയുമ്പോൾ ഒരാൾക്ക് 1500 വിത്ത് ഫുഡാണ് ചാർജ് ചെയ്യുന്നത്. ഉള്ളൊക്കെ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. 3 ആണ് മാക്സിമം ഒക്കുപ്പൻസി. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ലോഗ് ഹൗസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത ലോഗ് ഹൗസ്. ലോഗ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഒരു ക്വീൻ സൈസ് ബെഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിലത്തെ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ ഏലത്തോട്ടത്തിലേക്കാണ് നമ്മുടെ വ്യൂ ഉള്ളത്. ഏർലി മോർണിംഗ് വ്യൂ സൂപ്പറായിരിക്കും ഇവിടുത്തെ. ഒരു സോക്കറ്റും ഒരു ചെറിയ കബോർഡും ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. അപ്പോൾ
നമുക്ക് ബാക്കിയുള്ള ക്യാബിൻസ് എല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ പോകുന്നത് ഡോമിലോട്ടാണ്. ഡോം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് വരുന്നതെങ്കിൽ ഡോം സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഒരു 4-5 ഹട്ട് ചേർന്നിട്ടാണ് ഡോം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 8 to 10 നമ്പർ ഓഫ് പീപ്പിൾ വന്നു കഴിഞ്ഞാൽ അവരിത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ഗെറ്റ് ടുഗദറിന് ഏറ്റവും ബെറ്റർ ഈ ഡോം തന്നെ ആയിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് ക്യാമ്പ് ഫയർ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഇതിനുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കഫേ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈവനിങ്ങിൽ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ മാഗി, പാസ്ത, ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്താൽ മാത്രം മതി. ഇതാണ് ആ കഫേ. ഈവനിങ്ങുള്ള ബാർബിക്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിനകത്ത് തന്നെയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുൽക്കൂടും അങ്ങനത്തെ സെറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലത്തെ വൈബാണ് കുറച്ചുകൂടെ നല്ലത് ഇവിടെ കാണാനായിട്ട്. കോമൺ ആയിട്ടുള്ള ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതും ഈ കഫേയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ രാത്രി ഒരു 9-9:30 സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോമൺ ക്യാമ്പ് ഫയർ അവൈലബിൾ ആണ്. ഈ വഴി മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഹോബിറ്റ് ഹൗസിൽ എത്താൻ പറ്റും. നമുക്കത് പോയി നോക്കിയിട്ട് വരാം ഹോബിറ്റ് ഹൗസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആ കാണുന്നതാണ് ഹോബിറ്റ് ഹൗസ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ വാഷ്റൂംസ് അവൈലബിൾ ആണ്. അതുമുതൽ സെപ്പറേറ്റ് ആയിട്ട് ക്യാമ്പ് ഫയറും അവിടെ തന്നെ സെറ്റ് ആവുന്നേ ഉള്ളൂ. അടുത്ത ക്യാബിൻ വാഗൺ പോട്ട്സ് ആണ്. വാഗൺ പോട്ട്സ് ക്യാമ്പ് സൈറ്റിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ വ്യൂ ഭയങ്കര കിടിലാണ്. കാരണം അതിൻ്റെ ബാക്ക് സൈഡ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രീമിലോട്ടാണ്. അപ്പം സാധാരണ ആൾക്കാർക്ക് പ്രൈവസി ഒക്കെ കൂടുതൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വാഗൺ ബോൺസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ. താഴെ കാണുന്നതാണ് 3 വാഗൺ ബോൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നും ബാക്കിയുള്ള ക്യാബിൻസിനെ അപേക്ഷിച്ച്. നമ്മളിപ്പോൾ കണ്ട നേരത്തെയുള്ള ക്യാബിൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളതുകൊണ്ട് ഇത് കുറച്ച് റേറ്റും കൂടുതലായിരിക്കും. ഹോബിറ്റ് ഹൗസിന് 1700 പെർ ഹെഡും വാഗൺ പോട്ട്സിന് 1900 പെർ ഹെഡുമാണ് ചാർജ് ചെയ്യുന്നത്. അടുത്ത ഇവരുടെ 2 പ്രീമിയം ക്യാബിൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് കാസൽ ക്യാബിനും വേറൊരെണ്ണം എ ഫ്രെയിം ക്യാബിനാണ്. പ്രീമിയം ക്യാബിൻസ് എന്ന് പറയാൻ കാര്യം ഇത് ബാക്കിയുള്ള ക്യാബിൻസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് അവരത് കീപ്പ് ചെയ്തേക്കുന്നത്. കാരണം പ്രൈവസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രീമിയം ക്യാബിൻസ് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാത്റൂം അറ്റാച്ച്ഡും ആയിരിക്കും. അതിൻ്റെ ഷേപ്പും ഒരു പ്രത്യേക ടൈപ്പുള്ള ഷേപ്പാണ്. ആ കാണുന്നതാണ് നമ്മുടെ കാസൽ ക്യാബിൻ. ഇതിന് താഴെയാണ് എ ഫ്രെയിം ക്യാബിന് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് മെയിനായിട്ടും 2 ആക്ടിവിറ്റിയാണുള്ളത്. അത് ഒന്ന് 5 മണിക്കുള്ള സൺസെറ്റ് ട്രക്കും രാവിലെ 8 മണിക്കുള്ള ഒരു സ്ട്രീം ഹൈക്കിങ്ങുമാണ്. അപ്പോൾ 5 മണിക്കുള്ള സൺസെറ്റ് ട്രക്കിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു 2 കിലോമീറ്റർ
വൺ സൈഡ് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സൺസെറ്റ് കാണാം എന്നാണ് അവർ പറയുന്നത്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂടൽമഞ്ഞ് വല്ലതും വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ നല്ലൊരു വ്യൂ ആയിരിക്കും അവിടെ നിന്നുള്ളത്. ഇൻ കേസ് നമുക്ക് സൺസെറ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിലും നല്ലൊരു വ്യൂ ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുഴയിലാണ് നമ്മൾ രാവിലെ വരുന്നത്. രാവിലത്തെ വൈബ് ഒരു പ്രത്യേക വൈബാണ്. അതുകൊണ്ടാണ് രാവിലത്തെ സ്ട്രീം ഹൈക്കിങ് ഇങ്ങോട്ടേക്ക് വെച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ ഓൺ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ വരുന്നതെന്നുണ്ടെങ്കിൽ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും. മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല റൂട്ടിലുള്ള ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പിക്കപ്പ് ലൊക്കേഷനിൽ നിങ്ങൾക്ക് എത്താവുന്നേ ഉള്ളൂ. അപ്പോൾ നായർ ടീ ഷോപ്പിനടുത്തുള്ള മീനാക്ഷി ബ്രിഡ്ജ് ബസ്സുകാരോട് പറഞ്ഞാൽ മതി, അവർ ആ ലൊക്കേഷനിൽ തന്നെ നിങ്ങളെ ഇറക്കി തരും. കാരണം ഇതൊരു മെയിൻ പിക്കപ്പ് ലൊക്കേഷനാണ്. ടെൻഡഗ്രാം, അതർ ക്യാമ്പ് സൈറ്റ്, ഇതിൻ്റെ എല്ലാം പിക്കപ്പ് ലൊക്കേഷൻ ഈ നായർ ടീ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ മതി, ഇവർ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളും. ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഹൈറ്റിലെത്താൻ പറ്റും. അവിടെ നിന്നാണ് നമ്മുടെ സൺസെറ്റ് വ്യൂ ഉള്ളത്. പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഈ പുല്ലാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ല മൂർച്ചയുള്ള പുല്ലാണ്. അപ്പം പോകുന്ന വഴിക്ക് നിങ്ങൾ ഇതിൽ കയറി പിടിക്കുകയൊന്നും ചെയ്യരുത്. പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈ മുറിയും. അപ്പോൾ അത് നിങ്ങൾ പോകുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ട്രക്കിങ് കഴിഞ്ഞ് ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിലെത്തും. ബേസ് ക്യാമ്പിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ടീ ഒക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഫേയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്പെഷ്യൽ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫുഡും അവൈലബിൾ ആയിരിക്കും. എക്സ്ട്രാ പേ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു മാക്സിമം 50 റുപ്പീസ് വരെ ഉള്ളൂ അവരുടെ ഫുഡിൻ്റെ റേറ്റ് എല്ലാം. ബാർബിക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് ഇവരുടെ മെയിൻ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ നെയ്ച്ചോറ് ചിക്കൻ, ചപ്പാത്തി ചിക്കൻ, അല്ലെങ്കിൽ കുഴിമന്തി വിത്ത് ബാർബിക്യൂ ചിക്കനാണ് മെയിൻ മെനു. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവരുടെ കൂടെ നമുക്ക് ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കാൻ ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ബാർബിക്യൂ ചിക്കൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല യമ്മിയാണ് കാണാൻ തന്നെ. ഈ കാണുന്നതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. നല്ല വൃത്തിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമ്പ് സൈറ്റ് ആണെങ്കിലും ഡൈനിങ് ഏരിയ നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ചുറ്റിനും ചെടികളും എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ കഫേയുടെ സൈഡിൽ തന്നെയാണ് ഇവിടെ ഗെയിം ഏരിയ ഉള്ളത്. ഗെയിം ഏരിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ക്യാരംസും ഫൂസ്ബോളുമാണ്. ബില്ലിയാർഡ്സ് ഉണ്ട്, പക്ഷേ ഫങ്ഷനിങ് ആയിട്ടില്ല. അപ്പോൾ ക്യാരംസും ഫൂസ്ബോളും അവൈലബിൾ ആണ്. അതുപോലെ രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്.
ഇവിടുത്തെ മോർണിംഗ് വ്യൂവും ആ ഫീലും സൂപ്പറാണ്. മാത്രമല്ല ചുറ്റിനുള്ള കിളികളുടെ സൗണ്ടും ഒരു ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല എൻ്റെ മുകളിൽ വലിഞ്ഞ് കയറുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടാലേ കയറാൻ പറ്റത്തുള്ളൂ. രാവിലെയുള്ള മെയിൻ ആക്ടിവിറ്റി ഇത് ഈ സ്ട്രീം ഹൈക്കിംഗ് ആണ്. രാവിലെ 8 മണിക്ക് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ സ്ട്രീം ഹൈക്കിങ്. മഴക്കാലമാണെങ്കിൽ അവർ ഇതിനകത്ത് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, കാരണം നല്ല അടിയൊഴുക്കുണ്ടാവും. പക്ഷേ മഴക്കാലം അല്ലെങ്കിൽ സ്വിമ്മിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇറങ്ങാവുന്നേ ഉള്ളൂ. ഒരുപാട് ആഴമൊന്നുമില്ല, പക്ഷേ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ സ്ട്രീം ഹൈക്കിങ് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. യൂഷ്വലി പുട്ട്, കടല അല്ലെങ്കിൽ ദോശ, ചട്നി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക. ഇതവരുടെ ഒരു മെയിൻ സീറ്റിംഗ് ഏരിയയാണ്. അപ്പോൾ തുണി കൊണ്ടുള്ള ഹാംകോക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരിക്കാവുന്നേ ഉള്ളൂ. ഇവിടെയുള്ളൊരു മസ്റ്ററായ ഐറ്റംസിലൊന്ന് ഈ ഊഞ്ഞാലാണ്. അപ്പോൾ ഇത് നല്ല ഹൈറ്റിലാണ് കെട്ടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആടുന്ന സമയത്ത് നല്ല റേഞ്ച് കിട്ടും നമുക്കത്. നമ്മുടെ ക്യാമ്പിങ് വൈൻഡപ്പ് ആയിട്ടുണ്ട്. 12 o'clock ഇവരുടെ ചെക്ക് ഔട്ട് ടൈം. അപ്പോൾ വയനാട്ടിൽ നിങ്ങളൊരു ക്യാമ്പ് സൈറ്റ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണ് വൈൽഡ് ലൈഫ്സിൻ്റെ ക്യാമ്പ് സൈറ്റ്. ഇതുപോലുള്ള വ്യത്യസ്തമായ ട്രാവൽ വീഡിയോസ് ഇനിയും കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്.